കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ ശമ്പളം എത്രയാണ് എന്ന് നോക്കിയായിരുന്നു അല്ലേ. ഒരു കൗതുകം. നമ്മളെ ഭരിക്കുന്നവരൊക്കെ എത്രയാണ് ശമ്പളം മേടിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടല്ലോ. ആ കൗതുകം വെച്ചിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു പോയത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർക്കും ഓരോ സാലറിയാണ്. അവിടെ ആ സംസ്ഥാനത്തിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. നമ്മൾ ആ വീഡിയോ നമ്മുടെ ഈ ബാക്കിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾക്ക് കൗതുകമുള്ള ആൾക്കാരാണെങ്കിൽ. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന MP-മാർക്ക്, മെമ്പർ ഓഫ് പാർലമെൻറ്റിന് എത്രയാണ് ശമ്പളം, നമ്മൾ തിരഞ്ഞെടുത്ത് വിടാത്ത രാജ്യസഭാ MP-മാർക്ക് എത്രയാണ് ശമ്പളം, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കിയാണ്. അതായത് ലോക്സഭ MP-മാർക്ക് 1 ലക്ഷം രൂപ മാത്രമേ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ ഈ 2023 വരെ. പക്ഷേ 2023 ഒരു ചെറിയ കൂട്ടലങ്ങോട്ട് കൂട്ടി. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു കൂട്ടലാണ്. 24,000 രൂപ അങ്ങോട്ട് കൂട്ടി. ഇപ്പോൾ ലോക്സഭാ MP-ക്കും രാജ്യസഭാ MP-ക്കും രണ്ടുപേർക്കും ഒരേ ശമ്പളമുണ്ട്. അത് ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞേക്കാം, വ്യത്യാസമൊന്നുമില്ല. 2 മെമ്പർ ഓഫ് പാർലമെൻറ്റിനും 1,24,000 രൂപയാണ് ബേസിക് സാലറി. ഓക്കെ, അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഈ പൈസ അങ്ങനെ കിശയിലിട്ടിട്ട് അടിച്ചു പൊളിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് അലവൻസ് ഒക്കെ ഉണ്ട്, അതും കൂടി ഒന്ന് പറയാം. പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന ദിവസങ്ങളാണെങ്കിൽ ഈ 1 ലക്ഷത്തിന് പുറമെ 2,500 രൂപ പെർ ഡേ അലവൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ എത്ര ദിവസം സമ്മേളനം നടക്കുന്നോ അത്രയും ദിവസം 2,500 വെച്ച് കിട്ടും. അതിപ്പോൾ അവിടെ പോയിട്ട് വാ തുറക്കാത്തവനും വാ തുറക്കുന്നതിനൊക്കെ ഒരേപോലെ തന്നെ കിട്ടുക. പിന്നെ 75,000 രൂപ ഓഫീസ് ആവശ്യങ്ങൾക്കായി നിൽക്കും. MP-ക്ക് ഒരു ഓഫീസ് വേണമല്ലോ, ജനങ്ങളുടെ കാര്യങ്ങൾക്കായി ഇടപെടാനുള്ളതല്ലേ. അപ്പോൾ ആ ഓഫീസ് ആവശ്യങ്ങൾക്കായിട്ട് 75,000 രൂപ. ഈ 75,000 രൂപ എന്ന് പറയുന്നത് 50,000 രൂപ സ്റ്റാഫിന് കൊടുക്കാനായിട്ടും 25,000 രൂപ ഓഫീസ് മെയിൻ്റനൻസിനുമായിട്ടുമാണ്. അപ്പോൾ ഇതെല്ലാം കണക്കാക്കി നോക്കുമ്പോൾ, അതായത് ബേസിക് സാലറി, ഓഫീസ്, പിന്നെ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് പോകുന്ന ഒരു ഇത്രയും നിശ്ചിത ഒരു ദിവസം ഉണ്ടല്ലോ, ഇതെല്ലാം കണക്കാക്കി നോക്കുമ്പോൾ ഏകദേശം 2,81,000 രൂപ മാസശമ്പളമായിട്ട് കിട്ടും എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ എത്ര പേര് ഈ ഒരു പൈസയ്ക്ക് യോഗ്യരാണ് എന്ന് നമ്മൾ തന്നെ കണക്കാക്കണം അല്ലേ. നമ്മളിങ്ങനെ വോട്ടൊക്കെ ചെയ്ത് കുറേ അങ്ങോട്ട് വിട്ടിട്ടുണ്ടല്ലോ. രാജ്യസഭ MP-മാരെ വിടും, ലോക്സഭ MP-മാരെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ തന്നെ 20 പേരെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അതിൽ എത്ര പേരെ കൊണ്ട് എത്ര നാട്ടുകാർക്ക് ഗുണമുണ്ട്, ഇവന്മാർക്കൊക്കെ ഈ 2,81,000 മേടിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് വേണം നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ നേരിടാൻ. അല്ലാതെ ഏതെങ്കിലും പാർട്ടിയാണ് മറ്റതാണ് എന്ന് പറഞ്ഞ് ചാടി അങ്ങ് ഇറങ്ങിപ്പോയാൽ പോരാ. നമ്മൾ ഇവന്മാരെ ഇങ്ങനെ വെറുതെ തീറ്റിയിട്ടെന്താണ് ഗുണം? ഇവന്മാരെ കൊണ്ട് നമുക്കും എന്തെങ്കിലും ഗുണം വേണ്ടേ? അതുണ്ടെങ്കിൽ ഇത് അവർക്ക് യോഗ്യത ഉള്ള പൈസയാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെയും കൊണ്ട് ഇവരുടെ ആനുകൂല്യം തീർന്നിട്ടില്ല. ആനുകൂല്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. അതും കൂടി ഒന്ന് പറയാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഊർജ്ജം കിട്ടുക. പ്രതിവർഷം 34 സൗജന്യ ആഭ്യന്തര വിമാനയാത്ര ലഭിക്കും. ഇതിൽ 8 എണ്ണം MP-യുടെ കുടുംബാംഗങ്ങൾക്കോ സ്റ്റാഫുകൾക്കോ ഉപയോഗിക്കാവുന്നതാണ്. 34 സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ വെറുതെയാ. പിന്നെ അൺലിമിറ്റഡ് ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസ് യാത്ര. ഔദ്യോഗിക യാത്ര ആയിരിക്കണം കേട്ടോ, അല്ല ചുമ്മാ സ്ഥലം കാണാൻ പോയാലൊന്നും കിട്ടത്തൊന്നുമില്ല. ഔദ്യോഗിക യാത്ര എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അതും ഫ്രീ. ന്യൂഡൽഹിയിൽ വാടകരഹിത ഭവനം അല്ലെങ്കിൽ അതിനുള്ള അലവൻസ്. 50,000 യൂണിറ്റ് വൈദ്യുതി കിട്ടും. അത് കുറേശ്ശെ ഈ അവരവൻ്റെ നാട്ടുകാർക്കും കൂടി കൊടുക്കാൻ പറ്റുമായിരിക്കും, നല്ലതായിരുന്നു. അല്ലാതെ 4,000 ലിറ്റർ സൗജന്യ വെള്ളം, സൗജന്യ ഫോൺ, സൗജന്യ ഇൻ്റർനെറ്റ്, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്ന എല്ലാ മെഡിക്കൽ അലവൻസ്, ലാപ്ടോപ്പ്, മൊബൈല് തുടങ്ങിയ ഗാഡ്ജറ്റുകൾക്കുള്ള അലവൻസ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കീശയിൽ നിന്ന് 5 നയാ പൈസ എടുത്തിട്ട് ഒന്നും ചെയ്യണ്ട എന്ന് അർത്ഥം. എന്നിട്ടും ഇത്രയൊക്കെ സൗജന്യം കിട്ടിയിട്ടും ചിലവന്മാർ ഇവിടെ നമ്മൾ ജയിപ്പിച്ച് വിട്ടത് മാത്രമല്ലോ, പിന്നെ ഒരു അഡ്രസ്സില്ലല്ലോ ഇവന്മാരുടെയൊക്കെ അല്ലേ. ഇതിനൊന്നും വേണ്ടി ഒരു പൈസയും ഇവന്മാർ ചിലവഴിക്കേണ്ട കാര്യമില്ല. ആകെ ഇവർക്ക് നോക്കേണ്ടത് ജനങ്ങളുടെ കാര്യം മാത്രമാണ്. അത് ചെയ്യണമെങ്കിലും നമ്മൾ ഇവരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കുഞ്ഞ് നിൽക്കണം, സാറേ എന്ന് പറഞ്ഞിട്ട്. ആ അവസ്ഥ. ഇനിയിപ്പോൾ ഈ MP-യുടെ കാലാവധി കഴിഞ്ഞു എന്നിരിക്കട്ടെ, പെൻഷനുണ്ട്. മാസം 31,000 രൂപ വെച്ച് ഇവന്മാർക്ക് പെൻഷനും കിട്ടും. ഇനി 5 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള MP-മാരാണെങ്കിൽ ഈ എക്സ്ട്രാ ഓരോ വർഷത്തിനും 2,500 വെച്ച് കിട്ടും. എത്രയോ വർഷങ്ങളായിട്ട് MP-മാരായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, അവർക്കൊക്കെ പെൻഷൻ എത്ര കിട്ടുന്നതാണ്. അതായത് വൺസ് MP ആയാൽ മരിക്കുന്നവരെ സുഖം, സന്തോഷം, സമാധാനം. ഇവരെ ജയിപ്പിച്ചു വിട്ടാൽ ജനങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം